വന്നത് എൻ്റെയും പാവലിൻ്റെയും അപ്പാർട്ട്മെൻറ്റ് കുഞ്ഞൊരു ടൂർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ വർഷം ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പോണതിന് തൊട്ട് മുമ്പ് പുറത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ വ്ളോഗ് ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ വേറെ കുറേ വ്ളോഗുകളിൽ നിങ്ങൾ എൻ്റെ കുറച്ച് റൂമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ കരുതി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കുട്ടി ടൂർ നിങ്ങളെ കാണിക്കാമെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്ലോറ്. ഇവിടെ നമ്മൾ 4th ഫ്ലോറിലാണ് താമസിക്കുന്നത്. ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ വരും. ആൻഡ് ഞങ്ങൾ താമസിക്കുന്നത് ക്ലോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്, സ്യൂറിഹിൽ തന്നെ, എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ്. അപ്പം ഇതൊരു 4.5 റൂം അപ്പാർട്ട്മെൻറ്റാണ്, വിച്ച് മീൻസ് 3 ബെഡ്റൂം, ഒരു ലിവിങ് റൂം, ഓപ്പൺ കിച്ചൺ, ടോയ്ലറ്റ്സ്, ചെറുതായിട്ടുള്ളൊരു വീടാണ്. നല്ലൊരു ആംബിയൻസും നല്ല സൺലൈറ്റൊക്കെയുള്ള. സോ ലെറ്റ്സ് ഗോ ടു ദി ടൂർ. സോ ഇവിടെ തുറന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മിറർ വയ്ക്കണം എന്നൊക്കെ. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല, ബിക്കോസ് അടുത്ത സർപ്രൈസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതൊന്നും ചെയ്യാത്തത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ബൈസൈക്കിളുണ്ട്, നമ്മുടെ സ്കൂട്ടറുണ്ട്. ഇതെൻ്റെ ബൈസൈക്കിളാണ് കേട്ടോ, പാവല് മേടിച്ചു തന്നതാണ്. ഞാനത് താഴെ നമുക്കൊരു വെല്ലോ റൂമുണ്ട്, അതായത് ബൈസൈക്കിൾ റൂമുണ്ട്, ബൈസൈക്കിൾസ് മാത്രം വയ്ക്കുന്നത്. പക്ഷേ അവിടെ ഞാൻ വയ്ക്കാത്തത്, ഇത് കുറച്ച് പേടിയുണ്ട്, അത് അവിടെ നിന്ന് സ്റ്റീൽ ചെയ്യുമോ ആരെങ്കിലും ഒന്ന്, അതുകൊണ്ട് അവിടെ വെച്ചേക്കണം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു വിൻഡോ ആൻഡ് ഇവിടെ ഫോറസ്റ്റ് വ്യൂ ആണ്, അതായത് ക്ലോട്ടൺ ഫോറസ്റ്റ് ആണ്, അതിൻ്റെ വ്യൂയിലേക്കാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ഇങ്ങനെ റൗണ്ട് ഒരു സ്പേസിലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തുള്ള അപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ റോഡ് സൈഡിലേക്കാണ് വ്യൂ. എൻ്റെ അപ്പാർട്ട്മെൻറ്റിന് റോഡ് സൈഡിലേക്കല്ല, ഞാനിത് ചൂസ് ചെയ്തതാണ്. ബിക്കോസ് എനിക്ക് ഇത്രയും നാൾ നമ്മൾ ഈ റോഡ് സൈഡിൽ ജീവിച്ച് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് സൈഡിലേക്കുള്ള വ്യൂ എടുത്തത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റോഡാണ് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഷെൽഫുകളാണ്. ഐ ലവ് ഷെൽഫ്. ഇതുവരെ എനിക്ക് അപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും ഷെൽഫ് ഉണ്ടായിട്ടില്ല. ആൻഡ് നമുക്ക് ഇത് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ക്യാമറ സിസ്റ്റം ഉണ്ട്. താഴെ ആരെങ്കിലും വന്ന് ബെല്ലടിക്കുമ്പം നമ്മളിങ്ങനെ തുറക്കും, നമ്മൾക്ക് ഇവിടെ ആളെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്താൽ അവർക്ക് കയറി വരാം. എന്നിട്ട് ഇവിടെ വരുമ്പോഴും ഒന്ന് ബെല്ലടിക്കണം, അങ്ങനെ. പിന്നെ ഇവിടെ ഈ ഷെൽഫുകളാണുള്ളത്. ഇവിടെ ഇപ്പം ഞങ്ങളുടെ ജാക്കറ്റ്സും ഹെൽമെറ്റും ഷൂസും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. മുകളിൽ വൈഫൈയുടെ കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. നല്ലൊരു സ്പേസാണ്. ആൻഡ് ഇവിടെ നമ്മൾക്ക് ക്ലീനിങ്ങിനായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. അവർ തന്നെ വെച്ചിരിക്കുന്ന ഒരു റാക്കാണിത്. അപ്പോൾ നമുക്ക് അവിടേക്ക് വെക്കേണ്ടി വന്നുള്ളൂ. പിന്നെ ഷോപ്പിങ്ങിനുള്ള ബാഗ്സും കാര്യങ്ങളും. ആൻഡ് ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ ഷൂ സ്പേസാണ്, അതായത് ഡെയിലി ഇട്ടുകൊണ്ട് പോകുന്ന ഷൂസൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ടൈപ്പുള്ളതെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ലിവിങ് റൂം എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. അപ്പം കയറി വരുമ്പോൾ തന്നെ നമുക്കുള്ളത് കിച്ചണാണ്. ഞാൻ ലൈറ്റ് ഇടാം. ഇവിടെ ഉള്ളത് നീണ്ടു കിടക്കുന്ന ഒരു കിച്ചണാണ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് മൈ ഡ്രീം കിച്ചൺ. നിങ്ങളിവിടെ എൻ്റെ കുറേ കുക്കിംഗ് വ്ളോഗ്സ് കണ്ടിട്ടുണ്ടാവും. യെസ്, ദിസ് ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ് ഇൻ ദിസ് അപ്പാർട്ട്മെൻറ്റ്. എനിക്ക് ഐലൻഡ് കിച്ചൺ കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് എനിക്കത് കിട്ടി. ഇതായിരുന്നു ഈ അപ്പാർട്ട്മെൻറ്റ് എടുക്കാനുള്ള ഹൈലൈറ്റ് കേട്ടോ. ഇവിടെ ഇൻഡക്ഷൻ ടോപ്പാണ്, അതായത് നമ്മൾക്ക് പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര ചൂടായാലും കൈ ചൂടാവത്തില്ല, അങ്ങനത്തെ ഒരു ഇൻഡക്ഷൻ ടോപ്പാണ്. പിന്നെ ഇവിടെ എക്സോസ്റ്റ് ഉണ്ട്, അതുണ്ട്. പിന്നെ നമ്മുടെ ഓയിലൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് സിങ്കും പൈപ്പൊക്കെയാണ്. ആൻഡ് ഈ കാണുന്നത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴുകി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ പോകാനുള്ള ഒരു സാധനം വെച്ചതാണ്. ആൻഡ് ബിഫോർ ഗോയിങ് ടു ദി അതർ സൈഡ് ഐ വിൽ ഷോ യു ദ സ്പേസ് ഹിയർ. ഇവിടെയും കുറേ ഷെൽഫുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഷെൽഫുകൾ. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ. ഈ ഒരു സ്പേസ് ഒന്നില്ല, തുറക്കാൻ പറ്റത്തില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും
പിന്നെ കുറച്ച് സോസുകളും ചൈനീസ് സോസുകളും ചോപ്പറും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്പേസാണ്. അതായത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ വെൻറ്റിലേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് ഇവിടെയാണ്. നമുക്ക് തൊടേണ്ട കാര്യമില്ല. അവിടെ ഓട്ടോമാറ്റിക്കലി ക്രോസ് വെൻറ്റിലേഷൻ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നതല്ല. സോ ഇറ്റ്സ് ഓൾവേസ് ക്ലോസ്ഡ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ മിക്സർ ഗ്രൈൻഡറിൻ്റെ കാര്യങ്ങളിരിക്കുന്ന ഒരു ഷെൽഫ്, പിന്നെ കുറച്ച് ഗ്ലാസ് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഓർഗനൈസ്ഡ് ആക്കിയതല്ല കേട്ടോ. ഈ അപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ നിർബന്ധമായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കറക്റ്റായിട്ടിരിക്കണം എന്ന്. സോ ഇവിടെ പയറ്, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഐക്കേന്ന് മേടിച്ചതാണ്. ആൻഡ് ഇതൊക്കെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു പാത്രങ്ങളൊക്കെ. സോ ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സോസിൻ്റെ, അതായത് സാലഡ് സോസിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടത്തെ പൊടികളെല്ലാം ഇതുപോലെ തന്നെ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് നൂഡിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഞങ്ങൾ ഇതുപോലെ ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് കുറച്ച് ഇതൊക്കെ സ്റ്റിക്കേഴ്സ് ആട്ടോ. ഇവിടെ നമുക്കിങ്ങനെ പ്ലാസ്റ്റിക് പേപ്പേഴ്സ്, പ്ലാസ്റ്റിക് കവേഴ്സും അങ്ങനത്തെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഷെൽഫ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, പിന്നെ അരിയൊക്കെ വെച്ചിരിക്കുന്ന, നൂഡിൽസൊക്കെ വെച്ചിരിക്കുന്ന അവിടെയാണ്. സ്പെഗറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാ അങ്ങനത്തെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചു. ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണേ. സോ അധികം വൃത്തിയാക്കേണ്ട അവസ്ഥകളില്ല. പിന്നെ ഈ ഷെൽഫ് ആ ഭാഗം അത്രയും കഴിഞ്ഞു. പിന്നെ ഇവിടെ ഉള്ളത് ഇങ്ങനെ പ്രസ് ചെയ്ത് തുറക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഞങ്ങളുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കുള്ളത് ഒരു ഓവനുണ്ട്. ഇത് ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഒരു ഓവനാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ എല്ലാം ചെയ്യും. ഇതൊക്കെ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് കൂടെ വരുന്നതാണ് കേട്ടോ ഇവിടെ. ബിക്കോസ് ഇവിടെ നമുക്കൊന്നും സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് വെക്കേണ്ട. അപ്പാർട്ട്മെൻറ്റ് കൂടെ തന്നെ നമുക്ക് ഓവനും ഫ്രിഡ്ജും എല്ലാം ഉണ്ടാകും. ഇവിടെ അങ്ങനെയാണ്. സോ ഇത് ഓവനാണ്. ഇതൊരു സ്റ്റീമറാണ്. നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റുന്ന, മൈക്രോവേവ് അല്ല, സ്റ്റീമറാണ്. ഉള്ളതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ്. അത്ര ക്ലീനൊന്നും അല്ല, അതുകൊണ്ട് അധികമായിട്ടൊന്നും കാണിക്കണില്ല. ഇത് നമ്മുടെ ഫ്രിഡ്ജാണ്. ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ ഫ്രീസർ. ഇവിടെ കുഞ്ഞു ഫ്രീസറാണ്, അധികമൊന്നുമില്ല. ഇനി വലിയൊരു ഫ്രീസർ മേടിക്കേണ്ട സമയമാവുന്നു. പിന്നെ ഒരു ഷെൽഫുണ്ട്. അവിടെ ഞങ്ങളിങ്ങനെ ബേക്ക് ചെയ്യണ കുറച്ച് സാധനങ്ങളും കുറച്ച് വൈനും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ സവാള, ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വോള് ഭയങ്കര എംപ്റ്റി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഐ തോട്ട് ഓഫ് പുട്ടിങ് സംതിങ് ലൈക്ക് ദിസ് ഓവർ ഹിയർ. സോ ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ പിടിപ്പിച്ചതാണ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇവിടെ ഞാനൊരു മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചൺ ടിഷ്യൂം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് എൻ്റെ കിച്ചൺ. സോ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫേവറേറ്റ് സ്പേസാണ്. ഇൻഡക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആൻഡ് ഇവിടെ ഫുള്ള് ഷെൽഫുകളുണ്ട്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ പാത്രങ്ങളും ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് വേഗം കുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ഒരു സ്പേസ് നമുക്ക് കഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഇവിടെ ഉള്ളത് എൻ്റെ എല്ലാ മസാലകളും ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ മസാലപ്പൊടികളും ഇവിടെയുണ്ട്. ബോട്ടിൽസ് എല്ലാം നമ്മൾ മേടിച്ചിരിക്കുന്നത് ഐക്കേന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും സുഖമായിട്ട് വെക്കാം, വേഗം എടുത്ത് കുക്ക് ചെയ്യാം. ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൃത്തിയായി തന്നെ ഇരുന്നോളും. നമ്മൾക്ക് പഴയ അപ്പാർട്ട്മെൻറ്റിലൊന്നും ഇത്ര വൃത്തിയല്ലായിരുന്നു. പക്ഷേ താങ്ക്ഫുള്ളി ഇത് വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോസ്റ്റിൻ്റെയും ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇതൊരു ഷെൽഫല്ല. അപ്പോഴത്തേക്കിനും ഇവിടെ ഞങ്ങളുടെ ഡിഷ് വാഷറാണ്. സോ ഇവിടെ ഞങ്ങളുടെ പാത്രങ്ങളെല്ലാം കഴുകാൻ വയ്ക്കുന്ന ഡിഷ് വാഷറാണ്. നമ്മളിങ്ങനെ എടുത്തിട്ട് പാത്രങ്ങളെല്ലാം വയ്ക്കും. അപ്പം കഴുകാനുള്ള പാത്രങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ക്യാപ്സ്യൂളിട്ടിട്ട് ദെൻ വി സ്വിച്ച് ഇറ്റ് ഓൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിവിടെ വർക്കാവും. ആൻഡ് ഇവിടെ നമ്മളുടെ വേസ്റ്റൊക്കെ ഇടുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ വലിയ സ്പൂണുകളും ഈ പാത്രം കഴുകുന്നതിൻ്റെ ക്യാപ്സ്യൂളും കുറച്ച് ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് വലിയ സ്പൂണുകളൊക്കെ ഞങ്ങൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഞങ്ങളുടെ സ്പൂണുകളും എല്ലാ കട്ട്ലറീസും ഇവിടെയാണ്.
നമ്മളുടെ വീട്ടിൽ നമ്മളിങ്ങനെ ഒരു പൂവെല്ലാം ആഴ്ചയും വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. ഫ്രഷ് പൂവാണ്, അത് പവലാണ് മേടിച്ച് വയ്ക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ നൈസ് തിങ് വിച്ച് വി ആർ ഫോളോയിങ് ആഫ്റ്റർ കമ്മിങ് ടു ദിസ് അപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു കിച്ചൺ ഏരിയ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഹോൾ 5 മീറ്ററിൻ്റെ ഒരു സ്പേസ് ആണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട്, കാര്യം നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ഹൈറ്റിലേക്ക് അവരത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ടേബിളായിട്ടാണ്. പിന്നെ ഈ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. നോർമലി ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ്സിൽ ലൈറ്റ്സ് ഒന്നും ഉണ്ടാവാറില്ല, പക്ഷെ അവർ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു 8 പേർക്ക് സുഖമായിട്ടിരിക്കാം, 8 അല്ല അതിൽ കൂടുതലിരിക്കാം. അപ്പോൾ നമ്മൾ ചെയേഴ്സൊക്കെ മേടിച്ച് നല്ലൊരു ഭംഗിയുള്ള സ്പേസ് ആക്കിയിട്ടു. ദിസ് ഈസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ഇൻ ദിസ് അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഈ ഒരു സാധനം നമ്മുടെ പഴയ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നതാണ്, ഈ ഒരു സ്പേസ്. ഇവിടെ ഞങ്ങളുടെ ഗ്രില്ലും കാര്യങ്ങളും, ഇൻഡോർ ഗ്രില്ലും കാര്യങ്ങളും. പിന്നെ ഇത് നമ്മുടെ കോഫി മെഷീനാണ്, നമ്മുടെ ഫേവറേറ്റ് ആണ്. നമ്മളൊരു 5-6 കോഫിയെങ്കിലും ഒരു ദിവസം കുടിക്കും. ആൻഡ് കോഫി മെഷീൻ ഫിലിപ്സിൻ്റെ ആണ്. പിന്നെ ഇവിടെ നമ്മുടെ ടീ, കോഫി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്കൊരു വിൻഡോ ഉണ്ട്, അതും നമുക്ക് എഗെയിൻ നല്ല വ്യൂ ആണ്. നമ്മൾ ഈ കേർട്ടൻ ഇടണം, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ വീട്ടുകാരെ ശരിക്കും കാണും. പക്ഷേ ഇത് നമുക്ക് ഷട്ടറുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യാനായിട്ടുള്ള. അത് നമ്മളിപ്പോൾ ഇട്ടിട്ടില്ല, നമുക്ക് വെട്ടം കയറാൻ വേണ്ടി നമ്മളത് ഇട്ടില്ല. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് താങ്ക്ഫുള്ളി ഇറ്റ്സ് ഗ്രോയിങ് സോ വെൽ അല്ലേ, ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് ഇവിടോട്ട് വരുമ്പോൾ നമ്മളുടെ ബാൽക്കണിയാണ്. ഇറ്റ്സ് എ വെരി സ്മോൾ സ്പേസ്. ഞാൻ അധികം സംഭവങ്ങളൊന്നും ആക്കിയിട്ടില്ല. നമ്മുടെ ചെടികളൊക്കെ ഭയങ്കര വെയിലായതുകൊണ്ട് കുറേയൊക്കെ കരിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു ഏരിയ ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ വ്ളോഗിലൊക്കെ കണ്ടുപോട്ട ഒരു ഗ്രില്ലുണ്ട്. പിന്നെ ഇതിവിടെ പാവലിൻ്റെ കുറച്ച് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തും. പക്ഷേ നമ്മുടെ അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ ഇത് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഐ ഡോ വാണ്ട് ഇൻവെസ്റ്റ് ലോട്ട് ഇൻ ദിസ് ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ അടുത്തൊരു സർപ്രൈസ് സോൺ വരുന്നുണ്ട്. നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഞാൻ കരുതിയിരുന്നത് ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ഫോർ എ ലോങ് ടൈം. ബിക്കോസ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ അത് ചെറുതായിരുന്നെങ്കിലും നമ്മളൊരു 4-5 വർഷം ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നപ്പം ഡെഫിനറ്റ്ലി നമ്മൾ 10 വർഷം എന്തായാലും താമസിക്കുന്നത് വിചാരിച്ചാണ്. പക്ഷേ ഫോർച്യുനേറ്റ്ലി അങ്ങനെയല്ല. പക്ഷേ എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആട്ടോ. ബേർഡ്സിൻ്റെ ചെർപ്പിങ്ങും എയറോപ്ലെയിനും എല്ലാം ഭയങ്കര ശാന്തമാണ്, ക്വയറ്റാണ് ഭയങ്കര. ആൻഡ് ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് നല്ല സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ്, കണ്ട് അവർ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗ്രില്ല് നടത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. പിന്നെ അവിടെയൊക്കെ വിസിറ്റേഴ്സിനൊക്കെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കാർ പാർക്കിംഗ് ഇതിൻ്റെ അടിയിലുമാണ്. നമ്മുടെ ബിൽഡിങ്ങിന് തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ബാൽക്കണി. നമ്മൾ ബാൽക്കണിയിൽ നിന്ന് കയറി കഴിയുമ്പോഴത്തേക്കിനും ഈ ലിവിങ് റൂം ഞാൻ പറഞ്ഞില്ലേ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദ ഡിവിഷൻ ഇസ് ദ ബാൽക്കണി. ഇത് കിച്ചൺ ഏരിയയിൽ നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്കൊരു ക്ലോക്ക് ഉണ്ട്. അത് ഞാൻ പഴയ അപ്പാർട്ട്മെൻറ്റിൽ മേടിച്ചതാണ്. എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ല കേട്ടോ. ഈ ഒരു ഏരിയ നമുക്കൊരു പ്രൈവസി ഉണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ഇഫ് സം പീപ്പിൾ ഡോണ്ട് വാണ്ട് ജോയിൻ അസ് അപ്പുറത്തിരിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ ആൾക്കാരൊന്നും വരാറില്ല. ആൻഡ് ഇവിടെ ഇങ്ങനത്തെ ഒരു വലിയൊരു സ്പേസ് ഉണ്ട്. ആൻഡ് ഈ സ്പേസിലാണ് ഞാൻ ചിലപ്പോൾ ഡാൻസ് കളിക്കാറ്. ഇത് നമുക്കിവിടെ ചവിട്ടുമ്പം താഴെ കേൾക്കുന്നത് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് നമുക്കധികം ഡാൻസും കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് താഴെ ഒരു മ്യൂസിക് റൂമുണ്ട്, അവിടെ നമുക്ക് ഡാൻസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ അധികം ചെയ്തിട്ടില്ല, അതാണ് സത്യം. പിന്നെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. ഇത് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാന്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് ആർട്ടിഫിഷ്യൽ. പിന്നെ ഇവിടെ നമ്മളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ അല്ല. ആൻഡ് താങ്ക്ഫുള്ളി ഇതിനൊരു പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല, ജീവിച്ചു പോകുന്നു. എനിക്ക് ഗ്രീൻസ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഗസ്റ്റ് ടോയ്ലറ്റ് ആൻഡ് നമ്മുടെ വാഷിംഗ് മെഷീൻ. യെസ്, നമ്മൾക്ക് ഡ്രയറുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്. ഇവിടെ അലക്കിയിട്ട് നമ്മൾ ഇവിടെ ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എ ടോയ്ലറ്റ്. ഇവിടെ അലക്കാനുള്ള തുണികൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഷവറാണ്. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ അവർ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഏരിയ. വെരി വെൽ മെയിൻറ്റെയിൻഡ്, പുതിയ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ആരും താമസിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടതല്ലേ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്പേസ്, ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ആൻഡ് ഇവിടെ നമ്മൾ അലക്കാനുള്ളതും നമ്മുടെ ടവൽസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. നമ്മൾക്ക് കൈ തുടയ്ക്കാനുള്ള ടവലും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. നമ്മളിവിടെ പോകുമ്പം ഡു യു വാണ്ട് ടു ഷോ യുവർ റൂം? ഓക്കെ, ഇത് പാവലിൻ്റെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഇതൊരു മാസ്റ്റർ ബെഡ്റൂം അല്ല, പക്ഷെ ഞങ്ങളിവിടെ മാസ്റ്റർ ബെഡ്റൂം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വേറെ ഒരു ബെഡ്റൂമിലും ബെഡില്ല. ബിക്കോസ് വി ബോത്ത് ഡു ഹോം ഓഫീസ് ആൻഡ് നമ്മൾക്ക് നമ്മുടേതായ ഒരു ഹിഡൻ പ്ലേസ് വേണമെന്നുണ്ട്. അതുകൊണ്ട് ഇത് പാവലിൻ്റെ സ്പേസാണ്. എൻ്റെ ഇവിടെ പാവലിൻ്റെ ഡ്രസ്സുകളെല്ലാം ഓപ്പണായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ പാവലിൻ്റെ വർക്ക്ഷോപ്പ് ഐറ്റംസ്, പിന്നെ പാവലിൻ്റെ പിയാനോ, പാവലിൻ്റെ കുഞ്ഞ് ഷെൽഫ്, പാവലിൻ്റെ വർക്കിംഗ് സ്റ്റേഷൻ, പാവലിൻ്റെ വലിയ ഷെൽഫ്. ഇവിടെയും ഞാൻ കുറച്ച് പ്ലാന്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് പാവലിൻ്റെ ഗിറ്റാറുകളാണ്. സോ ഇതാണ് പാവലിൻ്റെ റൂം. താങ്ക് യു ഫോർ ദി പെർമിഷൻ. സമ്മതിച്ചതിന് താങ്ക്സ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ച ഈ സ്പേസ്, അപ്പം നമ്മളൊരു ബെഡ്റൂം കണ്ടു. നമുക്കിവിടെ വേറെ ബെഡുകളൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഞാനൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വളർന്നു. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇതൊക്കെ നമ്മുടെ പഴയ വീട്ടിൽ നമ്മൾ ഫർണിച്ചറൊക്കെ ആകെ സോഫയും ബെഡും മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ചെയർസും പുതിയതായിട്ട്, ബാക്കിയെല്ലാം നമ്മുടെ പഴയ അപ്പാർട്ട്മെൻറ്റിലുള്ളത് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇവിടെയാണ് ഞങ്ങളുടെ TV യൂണിറ്റ് ഉള്ളത്. ഇത് നിങ്ങൾ ബർത്ത്ഡേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഏരിയ. ആൻഡ് ഇവിടെ ഞങ്ങൾക്കൊരു സോഫയുണ്ട്. ഇത് ഇസ് എ ബെഡ് സോഫ. നമുക്ക് ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ബെഡാവും. ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, പിന്നെ സ്പേസും. അപ്പോൾ അവിടെ ആൾക്കാർക്ക് കിടക്കാം. ആൻഡ് ഇവിടെ ഞങ്ങളുടെ ഒരു ചെറിയ TV യൂണിറ്റാണ്. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ, പാവലിൻ്റെ പ്ലേ സ്റ്റേഷനും പിന്നെ റൂം ഫ്രഷ്നേഴ്സൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും തീരുമ്പോൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എവറിത്തിങ് ഈസ് ഹിയർ. പിന്നെ ഇവിടെയും വിൻഡോ. ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ലൈറ്റാണ്. ലൈക്ക് ഇവിടെ ഇരുട്ടുന്നോണ്ടൊരു സാധനമില്ല, വെട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഷട്ടർ പുറത്തിടാം. ഇവിടെ പാവൽ TV-യിൽ പ്ലേ സ്റ്റേഷൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഷട്ടർ ഇടും, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതുണ്ട്. ഇവിടെയും നമുക്ക് ഈ വ്യൂ ആണ്, നമുക്ക് ഫോറസ്റ്റിലേക്കുള്ള വ്യൂ ആണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസ്. ഇവിടെയും ഞാൻ എൻ്റെ മണി പ്ലാന്റ് വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. മോനെ, see this? So long ആണ്. I was so jealous when I go to your parents' place. They had so long money plant and we never had, but we also have now. So long. പിന്നെ ഇവിടെ ഞങ്ങളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ വീട്ടിൽ വന്നിട്ടുള്ള അഡിഷനാണ്. ഞങ്ങൾക്ക് കുറേ മണി പ്ലാന്റ്സ് അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഇവിടെ വന്ന് കുറച്ചായപ്പോൾ കരിഞ്ഞുപോയി. പക്ഷേ പിന്നെ നമ്മളെല്ലാം മേടിച്ച് വെച്ചത്, കുഞ്ഞായിട്ട് മേടിച്ച് വെച്ചതെല്ലാം ഭയങ്കരമായിട്ട് വളർന്നു. ആൻഡ് ദിസ് ഈസ് ഓൾസോ ന്യൂ അഡിഷൻ ടു ദിസ് അപ്പാർട്ട്മെൻറ്റ്. ഇതും സമാധാനമായിട്ടിരിക്കണം. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഡ്രിങ്ക്സ് കളക്ഷനാണ്. പിന്നെ ഇവിടെ നമ്മുടെ വൈൻ ഗ്ലാസസും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന ഒരു ഷെൽഫാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു ഏരിയ, അതിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആട്ടോ, അത് ഞങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടു അവർ ബെഡ്റൂം. ഇതാണ് നമ്മളുടെ ബെഡ്റൂം. യെസ്. സോ ഹിയർ ആണ് നമ്മളുടെ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബെഡ്റൂമിൽ ബെഡ് മാത്രം മതി. ബിക്കോസ് നമ്മൾ ഇവിടെ അലമാരിയും കാര്യങ്ങളൊക്കെ വെച്ച് നിറയ്ക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ദിസ് ഈസ് അവർ ബെഡ്റൂം. നമ്മൾ ഈ ബെഡ് ഈ വീട്ടിൽ വന്നിട്ട് മേടിച്ചതാണ്. വി ഹാഡ് അനദർ ബെഡ് ബിഫോർ. പക്ഷേ നമുക്ക് കുറച്ച് വലിയ ബെഡ് എനിക്ക് വേണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എൻ്റെ നിർബന്ധത്തിന് മേടിച്ചതാണ്. ഐ ഹാവ് ടു സേ, പാവലിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ നല്ലൊരു ബെഡ് മേടിച്ചു. ഇവിടുന്ന് നമ്മൾക്കുള്ള ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പ്രൈവസിയാണ്. ബിക്കോസ് ഇത് അങ്ങോട്ട് ഫോറസ്റ്റ് വ്യൂ ആണ്. അപ്പുറത്തൊക്കെ അപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിലും നമ്മളുടെ ബെഡ്റൂമിലേക്ക് അധികം ആൾക്കാർക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ കിടക്കുമ്പം നേരെ ഫോറസ്റ്റാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെയും ഷട്ടറുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ പ്രൈവസി ഉണ്ട് ബെഡ്റൂമിൽ. പിന്നെ ഇവിടെ അതാണ് എൻ്റെ ഏരിയ, ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. ആൻഡ് അവിടെ ഞാൻ കുറച്ച് പ്ലാന്റ്സും ഒരു കുഞ്ഞ് ലൈറ്റും
ഒരു ചെറിയ എസ്തറ്റിക് സ്പോട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇവിടുത്തെ മണി പ്ലാന്റും കുഞ്ഞായിരുന്നു കേട്ടോ. സോ ഇത് ഇവിടെ ഇങ്ങനെ. ആൻഡ് നമ്മൾക്ക് സ്വിറ്റ്സർലൻഡിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ താങ്ക്ഫുള്ളി നമ്മൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഈ വീടിന്. സോ ഇതാണ് നമ്മളുടെ മാത്രം ബാത്റൂം. ഞാൻ ശരി ബാത്റൂം ടോയ്ലറ്റ് സ്പെസിഫിക് ആളാണ്. എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമുക്കുള്ള ഒരു ബാത്റൂം. സോ ഇവിടോട്ട് വരുമ്പം ഇത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ സ്പേസ്. ഇനി ഇത് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ബാത്റൂമിൽ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച പീസാണ്. ഇവിടെ ഞാൻ എൻ്റെ വാട്ടർ ഫ്ലോസും ഡയസനും ഒക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ആൻഡ് ഇവിടെ ചെറിയൊരു ഷെൽഫ് ഇങ്ങനെയുണ്ട്. ഇതിവിടെ ഉണ്ടായിരുന്ന കേട്ടോ. ഇത് ഞാൻ മേടിച്ച് വെച്ചതാണ്. നമ്മൾ ആണി വെച്ചിട്ടല്ല ചെയ്തിരിക്കണം, നമ്മളിത് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് മുകളിൽ. ദെൻ ഈ ഒരു സ്പേസ് നമ്മൾ കുറച്ച് അധികം സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് വി ഹാവ് എ ടബ് ഹിയർ. പിന്നെ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ബിക്കോസ് ഉണ്ടായിരുന്നില്ല ഇതൊന്നും. അപ്പോൾ ഇവിടെയും നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. ഇവിടെയും ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാം. ആൻഡ് നൗ വി ഗോ ടു ദ ലാസ്റ്റ് ബെഡ്റൂം. അവിടെയും എഗെയിൻ നമ്മൾ ബെഡൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ കസിൻസൊക്കെ വരുമ്പോൾ ഇവിടെ കിടക്കാറുണ്ട്. ഇത് കുറച്ച് മെസ്സി ആയിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. പക്ഷേ ഐ ഡോണ്ട് വോണ്ട് ടു ക്ലീൻ സോ മച്ച് ബിക്കോസ് എനിക്ക് കുറച്ച് ഓർഗനൈസിങ് ബാക്കിയുണ്ട്. ഇതാണ് എൻ്റെ റൂം വെയർ ഐ വർക്ക് വെൻ ഐ ഡു ഹോം ഓഫീസ്, വെയർ മോസ്റ്റ് ഓഫ് മൈ വ്ളോഗ്സ് ആർ ദെയർ. ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു റൂമിൻ്റെ ആണ്. യെസ്, ഇതാണ് എൻ്റെ വാർഡ്രോബ് ക്രിയേറ്റഡ് ബൈ മൈ ഹസ്ബൻഡ്. വാക്കിംഗ് വാർഡ്രോബ് പോലെ. പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് എനിക്ക് റിട്ടേൺ അയക്കാനുള്ളത് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. അത് മൈൻഡാക്കണ്ട. പിന്നെ ഇവിടെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, കുറച്ച് ബുക്സ്, ഫയലുകൾ ഒക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഹിയർ ഇസ് ദ മിറർ where you see all my short videos where I stand like this and all that. So ഇതാണ് ആ ഒരു ഏരിയ. എനിക്ക് ഈ ഒരു വീട് വന്നപ്പോഴത്തേക്കിനും ഫോർ മീ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ക്രിയേറ്റ് മൈ ഓൺ സ്പേസ് ഫോർ മൈ സ്റ്റുഡിയോ. അപ്പോൾ ഇതെൻ്റെ ഒരു സ്റ്റുഡിയോ ആണ്, വർക്കിംഗ് സ്പേസ് ആണ്, വാക്കിൻ വാർഡ്രോബാണ്, എല്ലാമാണ്. സോ ഇതാണ് എൻ്റെ സ്പേസ്. ഇവിടെ ഞങ്ങളിത് കണ്ടോ, ട്രാവൽ ചെയ്തപ്പോഴത്തേക്കിനുള്ള അവിടെ നിന്ന് മേടിച്ച സോവിനിയേഴ്സ് എല്ലാം ഞാനിവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെനിസ്, ക്രൊയേഷ്യ, ജനോവ, മിലാനോ, പോളണ്ട്, അങ്ങനെ കുറച്ച് പോയ സ്ഥലങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ എൻ്റെ റൂമിൻ്റെ പ്രത്യേകത, ഐ ഹാവ് ദ വ്യൂ ടു ദ ഫോറസ്റ്റ്. ഇവിടെയൊന്നും വേറെ അപ്പാർട്ട്മെൻറ്റുകളൊന്നും വരില്ല, അതുകൊണ്ട് നമുക്ക് ഭയങ്കര വ്യൂ ആണ്. ആൻഡ് ദിസ് ഇസ് സോ നൈസ് വെൻ ഇറ്റ് റെയിൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മഴ പെയ്യുമ്പം. അതുകൊണ്ട് എൻ്റെ ഈ സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെൻ്റെ വർക്കിംഗ് സ്റ്റേഷൻ. ഈ വർക്കിംഗ് സ്റ്റേഷൻ നമുക്കിങ്ങനെ പൊങ്ങും താഴും, നമുക്ക് അങ്ങനത്തെ ഒരു വർക്കിംഗ് സ്പേസാണ്. അപ്പം നമുക്ക് നിന്നും വർക്ക് ചെയ്യാം. ദെൻ ഇവിടെ ഞാൻ എൻ്റെ കുറച്ച് ഇന്ത്യൻ ക്ലോത്ത്സും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു കീപ്പ് ഇറ്റ് ഇൻ ദ ബേസ്മെൻറ്റ്. പെട്ടെന്ന് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഐ ക്യാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ്. പിന്നെ ഇതെൻ്റെ ഒരു കുഞ്ഞ് തയ്യൽ മെഷീനാണ്. എൻ്റെ കുറച്ച് ഓൾട്ടറേഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിലാണ് തയ്ക്കാറ്. പിന്നെ എൻ്റെ ബാഗ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഷൂസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഏരിയ ആണിത്. ആരോ ഒരു ആളിൻ്റെ അടുത്ത് ഷൂസിൻ്റെ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. യെസ്, ഐ വിൽ ബി ഡൂയിങ് ഇറ്റ് സൂൺ. അപ്പോൾ ഇതാണ് എൻ്റെ സ്പേസ്. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഹോം ടൂറ് സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ സ്വിറ്റ്സർലൻഡിൽ നമ്മൾക്ക് ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പാർട്ട്മെൻറ്റിനൊക്കെ കുറച്ചധികം റെൻറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടുമ്പോൾ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കണം, നമ്മുടെ ഇൻകം കൊടുക്കണം. എന്നാലൊക്കെ നമ്മൾക്ക് എന്താ പറയുക, ഒരു വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആൻഡ് ഈ അപ്പാർട്ട്മെൻറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യണതുകൊണ്ട് ദാറ്റ് ഈസ് ഓക്കെ. ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ഭയങ്കര സാലറി ഉണ്ടെന്ന് എല്ലാവരും പറയും. പക്ഷേ സാലറിയുടെ കൂടെ ഇതുപോലത്തെ എക്സ്പെൻസസ് നമുക്ക് ഭയങ്കര കൂടുതലാണ്.
പിന്നെ എനിക്ക് പുതിയ അപ്പാർട്ട്മെൻറ്റ്സിനോട് ഇപ്പോൾ കുറച്ച് ഇഷ്ടം കൂടുതലായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പുതിയ അപ്പാർട്ട്മെൻറ്റ്സ് ചൂസ് ചെയ്യണേ. ഈവൻ വെൻ ഐ വാസ് ലിവിങ് ഇൻ 1 bedroom ഓർ എ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, അവിടെയും തന്നെ നമുക്ക് 2-2.5 ലക്ഷം ഓളം വാടക ഉണ്ടായിരുന്നു. സോ യു ക്യാൻ ഇമാജിൻ ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ. അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു ഹോം ടൂർ ഇഷ്ടമായെന്ന് കരുതുന്നു. സോ ഇഷ്ടമായെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.